കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ പോലീസുകാർ സഞ്ചരിച്ചത് സാധാരണ ബസ്സിൽ. റൈഫിളുമായി പോലീസ് സേനാംഗങ്ങൾ ബസ്സിൽ തിക്കിത്തിരക്കി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല എന്ന് പോലീസുകാർ പറഞ്ഞു. റൂട്ട് മാർച്ചിന് ശേഷം തിരികെ ക്യാമ്പിലേക്ക് മടങ്ങാൻ വാഹനം ഏർപ്പാട് ചെയ്തില്ലെന്നാണ് പരാതി. വിവരങ്ങളുമായി അർജുൻ കല്യാട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കയ്യിൽ തോക്കുമൊക്കെയായി വാഹനത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന, അതും സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുന്ന പോലീസുകാരെ. സാധാരണഗതിയിൽ ഇങ്ങനെയാണോ ഇതിന്റെ ഒരു കൃത്യമായ നടപടിക്രമങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ ഉള്ളതല്ലേ? അതൊന്നും എന്തുകൊണ്ടാണ് ഇവർക്ക് ലഭിക്കാതെ പോയത്? ഇങ്ങനെ സഞ്ചരിക്കാനാണോ ഇവരോട് ആവശ്യപ്പെട്ടത്? സുജിയ, മഹാരാഷ്ട്ര ജാഗ്വാൽ ജില്ലയിലാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് സഞ്ചരിക്കാൻ വാഹനം ഏർപ്പാടാക്കി നൽകാതിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ജോലിയുടെ ഭാഗമായി റൂട്ട് മാർച്ച് പ്രദേശത്ത് സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെ റൂട്ട് മാർച്ചിന് ശേഷം KAP 4 ബറ്റാലിയനിലെ പോലീസുകാർക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം നേരിടേണ്ട ഒരു അവസ്ഥയുണ്ടായിട്ടുള്ളത്. ഇവർക്ക് തിരിച്ച് ക്യാമ്പിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ വാഹനം പൊതുവെ ഏർപ്പാട് ചെയ്യേണ്ടതാണ്. പക്ഷേ അത്തരത്തിൽ വാഹനം ഏർപ്പാട് ചെയ്തില്ല. 75ഓളം പോലീസുകാരായിരുന്നു ഈ ബറ്റാലിയനിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ അവിടെ കാത്തു നിൽക്കുകയും അതിലൊരു 35 പേർക്ക് സഞ്ചരിക്കാനുള്ള ഒരു വാഹനം ഏർപ്പാടാക്കി നൽകുകയും ചെയ്തു. പക്ഷേ 40ഓളം പേർ മണിക്കൂറുകളോളം അവിടെ കാത്തിരിക്കുകയും കേരള പോലീസിൻ്റെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരെയും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെടുന്ന ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും അവിടെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെയും എല്ലാം ഇവർ വിവരമറിയിക്കുകയും പക്ഷേ എന്നിട്ടും മണിക്കൂറുകളോളം തന്നെ നടപടിയാവാത്തൊരു സാഹചര്യത്തിൽ ഏകദേശം രാത്രിയാവുന്നതോടുകൂടി തന്നെ ഇതിൽ 40ഓളം പേർ അവിടെയുള്ള സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ സഞ്ചരിക്കുന്നത് പോലെയുള്ള അവിടുത്തെ പൊതുജനങ്ങളെ കയറ്റി ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ആ ബസ്സിനകത്തേക്ക് കയറുകയായിരുന്നു. അങ്ങനെയാണ് ഇവർക്ക് നിർദ്ദേശവും ലഭിച്ചത്. അങ്ങനെ ഈ ബസ് സഞ്ചരിക്കുക, അതിനകത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഏകദേശം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ തന്നെ റൈഫിളുണ്ട്. സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മുൻപ് തന്നെ ഇത്തരത്തിൽ റൈഫിൾ സ്വന്തം വാഹനത്തിൽ കയറ്റി സഞ്ചരിച്ചു എന്നുള്ള കാരണം കൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉൾപ്പെടെ പോലീസ് സേനാംഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഇത്തരത്തിൽ 40ഓളം പോലീസ് ഉദ്യോഗസ്ഥർ കയ്യിൽ റൈഫിളുമായി വലിയ തോതിൽ തിക്കും തിരക്കുമുള്ള ഒരു ബസ്സിനകത്ത്, സാധാരണ ലൈൻ ബസ്സിനകത്ത് കയറുകയും അതിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ ഇത് എന്തെങ്കിലും തരത്തിലുള്ള അപകട സാഹചര്യം അല്ലെങ്കിൽ നാട്ടുകാർ ആരെങ്കിലും തരത്തിലുള്ള ഒരു അക്രമ സംഭവമൊക്കെ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ യാതൊരുവിധ അതിൻ്റെ സുരക്ഷാ കാര്യങ്ങളും പാലിക്കപ്പെടാൻ വേണ്ടി കഴിയില്ല. അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ ലംഘനം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. കേരള പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ കാര്യം അറിയിച്ചിട്ട് കൂടി അതിൻ്റെ ഭാഗമായി നടപടിയെടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള സുരക്ഷാ സേനയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടോ ഈ പ്രശ്നം പറയേണ്ടിയിരിക്കുന്നു. അർജുൻ കല്യാട്, അങ്ങനെയാണെങ്കിൽ ആ ലാഘവത്തോടെ എടുത്തത് എന്തുകൊണ്ടെന്നുള്ള വിശദീകരണം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന്, ആഭ്യന്തര വകുപ്പിൽ നിന്ന്, ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം.